ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ആൻസർ കീ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് സെക്ഷനാണ് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിന്റെ ആൻസർ കീ അനാലിസിസ് സെക്ഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിനെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഫാക്ച്വൽ ആയിരുന്നു. ഫാക്ച്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഡേറ്റ് ബേസ്ഡ് ആയിട്ട്, ക്രോണോളജിക്കൽ ആയിട്ട്, ഓർഡറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള എക്സാം ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ണനീസ് കോയിൻ ദ ടേം എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡീപ്പ് എക്കോളജി ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, അണ്ണനീസ് കോയിൻ ദ ടേം ഡീപ്പ് എക്കോളജി ആൻഡ് ഷാഡോ എക്കോളജി. ഹി മെയ്ഡ് ദ ഡിസിഷൻ ബിറ്റ്വീൻ ഡീപ്പ് ആൻഡ് ഷാഡോ എക്കോളജി. Next question, who argued that property rights should be strictly upheld provided that wealth has been justly acquired in the first place or has been justly transferred from one person to another? Okay, ഇതിന്റെ ആൻസർ സി ആണ്. റോബർട്ട് നോസിക് ആണ് ആ രീതി പറഞ്ഞത്. ഹീസ് എ ലിബർട്ടേറിയൻ തിങ്കർ. റോബർട്ട് നോസിക് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് ഓൺ റെവല്യൂഷൻ? ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത്? ഹന്ന ആഡന്റ് ആണ്. ഹന്ന ആഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ പുസ്തകമാണ് ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഓതർ ആൻഡ് കോൺസെപ്റ്റ്സ്. കോൺസെപ്റ്റ്സ് ആൻഡ് ഓതർ ആണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കർ ആണ്. പിന്നെ ആൻസർ വുഡ്രോ. ക്വസ്റ്റ്യൻ, വുഡ്രോ വിൽസൺ, ഫെഡറിക് ടൈലർ, ലൂതർ ഗുലിക്, അബ്രഹാം മാസ്ലോ. ഈ 4 തിങ്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, വുഡ്രോ വിൽസൺ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സയൻസ്. ഫെഡറിക് വിൽസൺ, ഫെഡറിക് ടൈലർ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിസ്റ്റ് ആണ്, തിങ്കർ ആണ്. ലൂതർ ഗുലിക്, structure based principles of organization. Abraham Maslow, hierarchy of needs. Yes. Next question, which of the following were written by Swami Vivekananda? Swami Vivekananda എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ? ഇന്ത്യ ആൻഡ് ഹെർ പ്രോബ്ലംസ്, മോഡേൺ ഇന്ത്യ, ദി ഈവിൾസ് ഓഫ് അധികാർവാദ്. ഈ ഒരു പുസ്തകം 3 പുസ്തകങ്ങളാണ് എഴുതിയത്. എ ആണ് ആൻസർ, ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, എ ബി സി ഓൺലി ആണ് ആൻസർ. ദ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ വാസ് സെറ്റ് അപ്പ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1992 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 92 ആണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എസ്റ്റാബ്ലിഷ് ഇന്ത്യയിൽ വന്നത് എന്നുള്ളത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ following high courts according to the year of establishment in chronological order. കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുള്ള ഹൈക്കോർട്ട് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻ. ഐ തിങ്ക് അലഹബാദ് ഹൈക്കോർട്ട് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പൊ ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർണാടക, ഗുവാഹത്തി, കേരള, പഞ്ചാബ് ആൻഡ് ഹരിയാന, സിക്കിം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ്, എ ബി സി ഡി ആ ഒരു ഓർഡറിലാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who wrote the book Development Administration Concepts, Goals and Methods? ആരാണ് Development Administration Concepts, Goals and Methods എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്? ജോർജ് എഫ് കന്ത് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ ആണ്. ഓക്കെ, ഇയർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ, സെക്കൻഡ് ഫിനാൻസ് കമ്മീഷൻ, ഫിഫ്ത് ഫിനാൻസ് കമ്മീഷൻ, തേർഡ് ഫിനാൻസ് കമ്മീഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. A1, B4, C1, D3. was the first speaker of ലോക്സഭ? ആരാണ് ഫസ്റ്റ് ലോക്സഭ സ്പീക്കർ? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചോളാം, നേരത്തെ പല എക്സാമിൽ ചോദിച്ചോളാം. അപ്പം ഓപ്ഷൻ 2 ആണ്, JV മാവലങ്കർ ആണ് ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. And choose the correct ministers or departments under the jurisdiction of Parliament's Committee on Home Affairs. അപ്പോൾ പാർലമെന്റ് കമ്മിറ്റീസ് ഓൺ ഹോം അഫയേഴ്സിൽ അണ്ടറിൽ വരുന്ന മിനിസ്ട്രീസ് അല്ല ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ് ചോദിച്ചുള്ളൂ. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ്, A, B only, and B only, which Ministry of Home Affairs and Ministry of Law and Justice. Yes. Next question, SARC came into being. ഏത് വർഷമാണ് SARC എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ എക്സാമിന്, നടന്ന 3 എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു SARC റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് SARC നിലവിൽ വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. 1985. ഓക്കെ, ഡിസംബർ 1985 SARC നിലവിൽ വന്നത്. ജോർജിയോ മിലോണി ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോർജിയോ മിലോണി ഇസ് ദി പ്രൈം മിനിസ്റ്റർ. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോർജിയോ മിലോണിന്റെ പാർട്ടി. ഓക്കെ,
ഏത് പാർട്ടിയിലെ മെമ്പറാണ് അല്ലെങ്കിൽ ലീഡറാണ് ജോർജിയോ മിലോണി. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയോ മിലോണി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാർട്ടായിട്ടാണ് വരുന്നത്? കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചു. റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ കുറിച്ച് ഈ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ജോർജിയ മിലോണി? ഇറ്റലിയാണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. രമാബായ്, പണ്ഡിത രമാബായ് വാസ് അസോസിയേറ്റഡ് വിത്ത്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് മുക്തി മിഷൻ. ഓക്കെ, പണ്ഡിത രമാബായ് വാസ് അസോസിയേറ്റഡ് വിത്ത് മുക്തി മിഷൻ. ഓപ്ഷൻ 2 ആണ്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം പിന്നെ ജോർജിയ മിലോണി കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ പൊളിറ്റിക്കൽ ലീഡറിനെ കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗറിനെ കുറിച്ച് ഈ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. പണ്ഡിത രമാബായ് നമ്മൾ പാസ്റ്റ് എക്സാംസ് അല്ലെങ്കിൽ പാസ്റ്റ് PYQs അനലൈസ് ചെയ്ത പണ്ഡിത രമാബായ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഫോളോയിങ് റെവല്യൂഷൻസ്, ഈ 5 റെവല്യൂഷൻസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു. ക്യൂബ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, ഇഗാർക്കൻ റെവല്യൂഷൻ, ടുലിപ്പ് റെവല്യൂഷൻ. ആൻസർ എന്ന് പറയുന്നത് എ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 1 ആണ്. CBADE. ഫസ്റ്റ് അമേരിക്കൻ റെവല്യൂഷൻ, പിന്നെ റഷ്യൻ റെവല്യൂഷൻ, പിന്നെ ക്യൂബ റെവല്യൂഷൻ, ദെൻ നിഗാർക്കുവൻ റെവല്യൂഷൻ, ലാസ്റ്റ് ടുലിപ്പ് റെവല്യൂഷൻ. ഇൻ വിച്ച് ഇയർ വലിയ ടെറർ ബോംബിംഗ്സ് ടുക്ക് പ്ലേസ്? ഇപ്പൊ 2002-ലാണ് വലിയ ടെറർ ബോംബിംഗ്സ് സംഭവിച്ചത്. 2002-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rensis Likert considers management system 1-4 as a model of management. These are participative system, consultative system, benevolent authoritative system, exploitative authoritative system, maturity, immaturity system. The answer is C. Option 4 ആണ്. Option 4 ആണ് ആൻസർ. അതായത് ABCD only. Participative system, consultative system, benevolent authoritative system, exploitative authoritative system. ഈ 4 മോഡൽസ് ആണ് റെൻസിസ് ലിക്കർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്, മോഡൽ ഓഫ് മാനേജ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match list 1 with list 2. Okay, author and book ആണ്, books and thinkers ആണ്. Dwight Waldo, Peter Drucker, Rensis Likert, Friedrich Hesberg. Okay, answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. Dwight Waldo wrote Study of Public Administration. Peter Drucker wrote Management Challenges for the 21st Century. Rensis Likert wrote Human Organization, and Friedrich Hesberg wrote The Motivations to Work. ആൻസർ എ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണ് എന്നാണ്. ചൈന വിയറ്റ്നാം വാർ took place in ഏത് വർഷമാണ് ചൈന വിയറ്റ്നാം വാർ സംഭവിച്ചത്? 1979-ലാണ് ചൈന വിയറ്റ്നാം വാർ വരുന്നത്. Consider facts regarding Government of India Act 1935 and choose the correct answer. Provide an establishment of federal court, separated Burma from India, created new provisions for Orissa and Sindh, proposed the establishment of Chamber of Princes, introduce separate electorate for Muslims. The answer 3 ആണ്. ഓപ്ഷൻ 3 ആണ് വരുന്നത്, അതായത് ABC only. ഓക്കെ, അപ്പൊ A, B and C ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote the book Roman Agrarian History and its Significance for Public and Private Law? ആരാണ് ഈ പുസ്തകം എഴുതിയത്? മാക്സ് വെബർ ആണ്. മാക്സ് വെബറിന്റെ പുസ്തകമാണ്. മാക്സ് വെബറിന്റെ ബുക്ക് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സ് വെബറിന്റെ ഒരു ബുക്ക്, വേറൊരു പുസ്തകം കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിനും മാക്സ് വെബറിന്റെ ബുക്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. മോസ്റ്റ്ലി ക്രോണോളജിക്കൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് മിഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ ഇപ്രാവശ്യം അത് മാച്ച് ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചത്. യുണൈറ്റഡ് നേഷൻസ് ടു സൂപ്പർ മിഷൻ ഓർഗനൈസേഷൻ. United Nations mission in the Sudan under Resolution 5090. United Nations military force in Lebanon. United Nations peacekeeping force in Cyprus. പിന്നെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ്. A2, B1, C4, D3. Okay. Next question. Who wrote the book General Theory of Employment, Interest and Money? John Keynesന്റെ ഇമ്പോർട്ടന്റ് വാക്കാണ് General Theory of Employment, Interest and Money. When was the G20 summit held in New Delhi, India? ഏത് വർഷമാണ് ഇന്ത്യ G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. G20 സമ്മിറ്റ് ഇൻ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻസർ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2023-ലാണ് ഇന്ത്യ G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following books are written by Noam Chomsky? Noam Chomsky എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ? ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് തിയറിസ്റ്റ് ആണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് തിയറിസ്റ്റ് ആണ് Noam Chomsky, especially who vehemently criticized, who strongly criticized
അമേരിക്കൻ ഹെജിമണി അല്ലെ അമേരിക്കൻ പൊളിറ്റിക്സിനെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ് ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണല്ലോ, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ് നിയോം കോംസ്കി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ, ABC ഓൺലി. ഓക്കെ, സിന്തറ്റിക് സ്ട്രക്ചേഴ്സ്, സിന്റാക്റ്റിക് സ്ട്രക്ചേഴ്സ്, അമേരിക്കൻ പവർ ആൻഡ് മാനുഫാക്ചറിംഗ്, ന്യൂ മിലിറ്ററി ഫെമിനിസം. ഓക്കെ, ഈ 3 പുസ്തകങ്ങളാണ് നിയോം കോംസ്കി എഴുതിയത്. ആർട്ടിക്കിൾ 370 വാസ് അബ്രോഗേറ്റഡ് ഫ്രം ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓപ്ഷൻ 2 ആണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോളിസി മെഷർ ആണ്, പോളിസി ചേഞ്ച് ആണ്, അല്ലെങ്കിൽ തീരുമാനമാണ്, പോളിസി ഡിസിഷൻ ആയിരുന്നു അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 എന്ന് പറയും, റിലേറ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ സ്പെഷ്യൽ പ്രൊവിഷൻസ്. അപ്പൊ അത് അബ്രോഗേറ്റ് ചെയ്യപ്പെട്ട ആഗസ്റ്റ് 2019 എന്നുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് തിങ്കേഴ്സ് ഐഡിയാസ് ഫ്രം ബിലോ. ഹെൻറി ഫയൽ, മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ. മാക്സ് വെബർ, ലീഗൽ റാഷണൽ അതോറിറ്റി. എം.ബി. ഫോളറ്റ്, ഐഡിയ ഓഫ് constructive conflict. Elton Mayo, the great illumination experiment. Chester Bernard, spiritual father of social systems. ഇത് പല കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, എക്സ്പെഷ്യലി കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ACDE. ഓക്കെ, ACDE ഓൺലി. യെസ്. And next question, match list 1 with list 2. Okay, state and legislative assembly strength. State legislative assembly എത്ര പേരുണ്ട്? സ്ട്രെങ്ത് ആണ്, legislative assembly സ്ട്രെങ്ത് ആണ് ചോദിച്ചത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മിസോറാം, വെസ്റ്റ് ബംഗാൾ. അതില് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, ആന്ധ്രാപ്രദേശ് 175. ഓക്കെ, നേരത്തെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു, തെലങ്കാന വന്നുകൊണ്ട് കുറഞ്ഞു. ഗുജറാത്ത് 182, മിസോറാം 40, വെസ്റ്റ് ബംഗാൾ 294. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്സിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ട്രെങ്ത് വരുന്നത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇയർ. ഓക്കെ, കൺവെൻഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചൈൽഡ് എപ്പോഴാണ് വന്നത്? ഡിക്ലറേഷൻ ഓഫ് ടോർച്ചർ എപ്പോഴാണ് വന്നത്? വിയറ്റ്നാം കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എപ്പോഴാണ് വന്നത്? ജനസൈഡ് കൺവെൻഷൻ എപ്പോഴാണ് വന്നത്? ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. അതായത് കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ് 1990, ഡിക്ലറേഷൻ ഓൺ ടോർച്ചർ 1993, Vienna Convention of Human Rights 1975, Genocide Convention 1990. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. യെസ്, Genocide Convention 1951. ഓക്കെ, യെസ്. The following presidents of India died in office. അപ്പം പ്രസിഡന്റ് ആയിരിക്കെ മരിച്ച പ്രസിഡൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചോളൂ. നീലം സജീവ് റെഡ്ഡി, ഡോക്ടർ സക്കീർ ഹുസൈൻ, വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, BD ജട്ടി. ഓക്കെ, ഇതില് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, BD ഓൺലി. ഓക്കെ, സക്കീർ ഹുസൈനും വി ഗിരിയും ഓഫീസിൽ ഇരിക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് ആയ സമയത്താണ് സക്കീർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും ഈ 2 പ്രസിഡന്റ്സ് ആണ് പ്രസിഡന്റ് ആയിരിക്കെ മരണപ്പെട്ടത്. യെസ്. മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. കമ്മീഷൻ ആൻഡ് പൊസിഷൻസ് ഹെൽഡ്, ഇൻഡിവിജ്വൽസ് ആൻഡ് പൊസിഷൻസ് ഹെൽഡ്. ഓക്കെ, KPS മേനോൻ, ജസ്റ്റിസ് ഫസൽ അലി, KS തിമ്മയ്യ, നളിനി രജ സർക്കാർ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് പല കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫസൽ അലി പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആളാണ് ഫസൽ അലി, ജസ്റ്റിസ് ഫസൽ അലി എന്ന് പറയുന്നത്. ജനറൽ KS തിമ്മയ്യ, ന്യൂട്രൽ കമ്മീഷൻ. ഓക്കെ, ചെയർമാൻ ഓഫ് ന്യൂട്രൽ നാഷണൽ റിപ്പാട്രിയേഷൻ കമ്മീഷൻ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്നുള്ളതാണ്. യെസ്. യെസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ്, A1, KPS മേനോൻ, ചെയർമാൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ കൊറിയ. B3, ജസ്റ്റിസ് ഫസൽ അലി, ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. C2, chairman of KS Timmaiya, chairman of Neutral National Repatriation Commission. And 4, D4, Nalini Sarkar, president of Federation of Indian Chambers of Commerce and Industry. Yes. The JVK Rao committee was appointed by Planning Commission to review the existing administrative arrangements for rural development in ഏത് വർഷമാണ് JVK Rao committee വന്നത്? 1985 related to Panchayat Raj institutions. And in which year the referendum to leave European Union took place in Great Britain. അതായത് ബ്രെക്സിറ്റ് എപ്പോഴാണ് സംഭവിച്ചത്? 2002 ഞാൻ എഴുതിയ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ക്വാളിഫൈ ചെയ്ത എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്രെക്സിറ്റ് ഏത് വർഷമാണ് സംഭവിച്ചത്? ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2016 ബ്രെക്സിറ്റ് സംഭവിച്ചത്. Answer following ideas associated with Douglas McGregor and choose the correct answer. പിന്നെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, CD
only scale and plan human side of enterprise. Arrange the following subjects as inserted in the Constitution of India through amendments in chronological order. ആ ഒരു ഏത് വർഷം ഈ പറഞ്ഞ പ്രൊവിഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഏത് വർഷമാണ് വരുന്നത് എന്ന് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആ ഇയർ അനുസരിച്ച് chronological order അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ 2 ആണ് ആൻസർ. റിമൂവ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓപ്ഷൻ 2 ആണ്. CDBAE. Okay, yes. Fricks developed the ideas of fused prismatic and different societies. The features of prismatic societies are repeated. Kind exam ചോദിച്ചാൽ features of prismatic society റിലേറ്റഡ് ഇപ്രാവശ്യം ആക്ടിവിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. യെസ്, ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് CDE. ഓക്കെ, CDE. സെലക്ടിവിസം, അറ്റൈൻമെന്റ്, പോളിഫങ്ഷണലിസം. ഓക്കെ, യൂണിവേഴ്സലിസം, അസ്ക്രിപ്റ്റീവ് വാല്യൂസും ആ ഒരു prismatic society ഫീച്ചർ. Arrange the following in chronological order as per inauguration of Act passed. Okay, ഇത് ചലഞ്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ചലഞ്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, ദിസ് ക്യാൻ ബി ചാലഞ്ച്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. യെസ്, ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. യെസ്, the next question. The book Sexual Politics is written by ഓപ്ഷൻ 3 കേറ്റ് മില്ലറ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ബുക്കാണ്. ഓക്കെ, സെക്ഷൽ പൊളിറ്റിക്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കേറ്റ് മില്ലറ്റ് ആണ് പുസ്തകം എഴുതിയത്. യെസ്, 89 question. Match list 1 will list 2. Match list 1 will list 2. Speaker and tenure ആണ്. Speaker and tenure ആണ്. പിന്നെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, A1, B1, C3, D4. കഴിഞ്ഞതിന് മുന്നത്തെ എക്സാമിന് ക്യാൻസൽ ചെയ്ത എക്സാമിന് സ്പീക്കർ chronological ഓർഡറിൽ ചോദിച്ചു. സ്പീക്കേഴ്സിന് chronological ഓർഡറിൽ ചോദിച്ചു. ഇപ്രാവശ്യം അത് പിന്നെ ഈ രീതിയിലാണ്, മാച്ച് ഫോളോയിങ് ആണ് ചോദിച്ചത്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സ്പീക്കർ, പിന്നെ ചീഫ് ജസ്റ്റിസ്, വൈസ് പ്രസിഡൻസ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. Arrange the following in chronological order. Option 4 ആണ് ആൻസർ. യെസ്, match treaty ratified, Chinese military massacre, Tiananmen Square massacre, Pinochet coup in Chile, US President Donald Trump and North Korea leader Kim Jong-un met at Singapore, Russia annexation of Crimea. Option 4 ആണ്. that is CBAED chronological order. Important international relations events are. Yes, arrange the following acts of schemes in chronological order. Okay, important governance schemes അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോഗ്രാംസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇപ്രാവശ്യം കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതും chronological order. ഓക്കെ, chronological order. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. CDABE. ഓക്കെ, CDABE. Next question. Choose the correct names of those who occupy the office of Comptroller and Auditor General of India. അപ്പോൾ കൺട്രോളർ CAGs ഇതിൽ ആരൊക്കെയാണ് CAGs എന്നുള്ളത്? വി നരഹരി റാവു ഉണ്ട്. രഞ്ജൻ ഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. വിനോദ് റായ് CAG ആയിരുന്നു. ജയ ലിംഗോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. ഗിരീഷ് ചന്ദ്ര മുർമു CAG ആയിരുന്നു. അപ്പം ഇതിൽ CAG വി നരഹരി റാവു, വിനോദ് റായ് ആൻഡ് ഗിരീഷ് ചന്ദ്ര മുർമു. യെസ്, ഓപ്ഷൻ 3 ആണ് ആൻസർ. Next question. Choose the correct sequence of articles mentioned in the Constitution in chronological order. Articles chronological order arrange ചെയ്യാന്നുള്ളതാണ്. Okay, the answer എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. Okay, ഓപ്ഷൻ 3 ആണ്. ACBDE. In which year Bhutan appointed as the Secretary General of United Nations? ഏത് വർഷമാണ് Bhutan യുണൈറ്റഡ് നേഷന്റെ സെക്രട്ടറി ജനറൽ ആയത്? യെസ്, ആൻസർ 2 ആണ്. ഓക്കെ, സെക്രട്ടറി ജനറൽസ് നമ്മുടെ ആ ഓർഡറിൽ അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഡേറ്റ് വെച്ച് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം കഴിഞ്ഞ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് അത് chronological order ആയിട്ടാണ് ചോദിച്ചത്. chronological orderൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചത്. സെക്രട്ടറി ജനറൽസിനെ തന്നിട്ട് ഇപ്രാവശ്യം അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഒരു സെക്രട്ടറി ജനറൽ ടെന്യൂർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. യെസ്, who used the term ecology for the first time? ആരാണ് ecology എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. who coined the term ecology? യെസ്, ഏർണസ്റ്റ് ഹെക്കൽ ആണ്. യെസ്, ആൻസർ ഈസ് 2, ഏർണസ്റ്റ് ഹെക്കൽ. The term Washington once was coined by ജോൺ വില്യംസൺ. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം. കഴിഞ്ഞ PYQs നമ്മൾ റെഫർ ചെയ്താൽ നമുക്ക്
ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. വാഷിംഗ്ടൺ മോൺസ് ഹു കോയിൻഡ് ദ ടേം വാഷിംഗ്ടൺ മോൺസസ്? വാട്ട് ഈസ് വാഷിംഗ്ടൺ മോൺസസ്? Who wrote the book A Vindication of Rights of Women? ആരാണ് Vindication of Rights of Women? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദ്യം, ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. PYQs കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് പോയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആണ് Vindication of Rights of Women എഴുതിയത്. യെസ്, മാച്ച് ലിസ്റ്റ് 1 വിൽ ലിസ്റ്റ് 2. Match list 1 with list 2. Okay, Soviet atomic bomb exploded. Soviet invasion of Hungary. Islamic revolutions in Iran. Berlin Wall falls. Option 3 ആണ് answer. Option 3 ആണ് answer. Yes. Option 3 means A3, B4, C2, D1. Yes. Abraham Maslow's theory of needs in the hierarchy consists psychological needs, esteem needs, security needs, self-actualization needs. A, B, C, D ആണ് വരുന്നത്. Okay, A, B, C, D only ആണ് വരുന്നത്. അപ്പം ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ബുക്ക് 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ആരാണ് 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതിയത്? വി ഡി സവാർക്കർ. വി ഡി സവാർക്കറിന്റെ ബുക്സ് റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പല ക്വസ്റ്റ്യൻസ് PYQs നോക്കിയാൽ വി ഡി സവാർക്കർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. ചീഫ് മിനിസ്റ്റർ ആൻഡ് സ്റ്റേറ്റ്. ഈ പറഞ്ഞ ചീഫ് മിനിസ്റ്റേഴ്സ് ഏത് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ഫോമർ ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. രാമകൃഷ്ണ ഹെഗ്ഡെ കർണാടകയാണ്. ഓക്കെ, ഭഗത് സിംഗ് കോശ്യാരി ഉത്തരാഖണ്ഡ്. കർപ്പൂരി താക്കൂർ ബീഹാർ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കർപ്പൂരി താക്കൂർ ക്യാൻസൽ ചെയ്ത എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർപ്പൂരി താക്കൂർ ഏത് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്? സുജാത കൃപലാനി ഉത്തർപ്രദേശ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. അറേഞ്ച് ദ ഫോളോയിങ് സബ്ജക്ട്സ് അക്കോർഡിംഗ് ടു ദി ഇയർ ഓഫ് ഹിസ് അഡീഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഈ പറഞ്ഞ പ്രൊവിഷൻസ് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ട വർഷം അനുസരിച്ച് നോട്ട്സിലൂടെ അറേഞ്ച് ചെയ്യാം. Santali in 8 schedule, 12 schedule, 10 schedule, 9 schedule, or insert in concurrent list. Option 2 ആണ് ആൻസർ. DECBA. DECBA. Consider tenures of Chief Justice of India and the tenures and choose the correct pairs. Chief Justice of India and the tenures and choose the correct pairs എന്നുള്ളതാണ്. Yes, option 1 ആണ്. ABC only. Okay, H.C. Khania ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ്. H.C. Khania ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ്. പതഞ്ജലി ശാസ്ത്രി, PP സിൻഹ, ഇവരുടെ 3 പേരുമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇതും ക്യാൻസൽ ചെയ്ത എക്സാമിന് ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിൽ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രാവശ്യം വേറെ രീതിയിലാണ് ചോദിച്ചത്. Luther Kulik's or base of departmentalization of ABCD only. C ആണ് ആൻസർ. Purpose, process, persons, place. Protest വരുന്നില്ല. ഓക്കെ, purpose, process, persons, place. ഈ 4 ആണ് 4 bases of departmentalization according to Luther Kulik. Which of the following nuclear arms control agreements are correctly matched? Option 2. Option 2 ആണ് ആൻസർ. Antarctic Treaty, ABC, Antarctic Treaty, Partial Test Ban Treaty, Nuclear Non-Proliferation Treaty. ഈ 3 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ളത്. And which river demarcates the border between Bangladesh and Myanmar? ഇത് പുതിയ ക്വസ്റ്റ്യൻ ആണ്, മുന്നേ കണ്ടിട്ടില്ല ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. റിവർ, ബോർഡർ റിവർ. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ് ആൻസർ. നഫ് റിവർ demarcates the border between Bangladesh and Myanmar. Arrange the following former vice presidents of India from the date of occupation of the office as vice president. Okay, option 3 ആണ് ആൻസർ. Yes, option 3 ആണ്. EACDB, അതായത് VV ഗിരി, R വെങ്കട്ടരാമൻ, KR നാരായണൻ, കൃഷ്ണകാന്ത് ആൻഡ് BS ഷെഖാവത്ത്. C ആണ് ആൻസർ. ആ രീതിയിലാണ് ആൻസർ വരുന്നത്. Who became the leading exponent of second generation of Frankfurt School of Critical Theory? Frankfurt School of Critical Theory റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കർ ഏതാണ്? റിഹഗൽ വരുന്നില്ല, കാൾ മാർക്സ് വരുന്നില്ല, ലെനിൻ വരുന്നില്ല. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ക്രിട്ടിക്കൽ തിയറി ഓഫ് ക്രിട്ടിക്കൽ തിയറി, ജർഗൻ ഹബർമാസ് ആണ് ഇതിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ക്രിട്ടിക്കൽ തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ ക്യാൻ ബി ചാലഞ്ച്. ഓപ്ഷൻസ്, ഈ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ ക്യാൻ ബി challenged. Yes, options ella incorrect. Options ella incorrect ആണ്. Yes. Next question. Under the rules of Lok Sabha, choose correct statements about parliamentary committees. Every committee consists of members of parliament is a parliamentary committee. It works under the direction of speaker or chairman. It is appointed or elected by house or nominated by the speaker or chairman. Presidency is reported to President of India. Has a secretariat provided by Lok Sabha Rajya Sabha Secretariat. Yes, option 3 ആണ് ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ. BCE only ആണ്. BCE only ആണ് എന്നുള്ളതാണ്. A and
ഡി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അറേഞ്ച് ദ ഫോളോയിങ് dignitaries with respect to rank as appeared in the table of precedence. Table of precedence കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾ ഓഫ് പ്രസിഡൻസ് കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ സംഭവം അല്ല, ഒഫീഷ്യൽസ് മാറിയിട്ടുണ്ട്, പേഴ്സണാലിറ്റീസ് മാറിയിട്ടുണ്ട്, ഡിഗ്നിറ്ററീസ് മാറിയിട്ടുണ്ട്, പക്ഷേ ടേബിൾ ഓഫ് പ്രസിഡൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ആണ് ABCD. ഫോർ പ്രസിഡന്റ്, സ്പീക്കർ ഓഫ് ലോക്സഭ, ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സ്. ഡി നോ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. യെസ്. Arrange the following regional economic blocks as per the year of formation. Okay. Yes. Option C ആണ് ആൻസർ. Mercosur, APEC, FTAA or Free Trade Area of Americas, NAFTA, ASEAN. Option 3 ആണ് ആൻസർ വരുന്നത്. യെസ്. ആൻസർ ഓപ്ഷൻ 3 ആണ്. Yes, next question. Who developed humanistic critique of Western alignment that uncovered its links to colonialism and highlighted narrative of oppression, cultural and ideological biases that disempowered colonized peoples by representing them as non-Western other. Edward Said ആണ് വരുന്നത്. യെസ്. എഡ്വാർഡ് സെഡ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Yes. Who choose the correct statements about the role of functions of Parliament in India? Parliament in the functions ഏതൊക്കെയാണ്, റോൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത്. To legislate, to monitor the expenditure of public funds, to hold the government accountable for its actions, to keep a check on the opposition, to be a forum for expression of grievances. Answer is for. Okay, answer is for ABC only. Yes. And next opposition. Next question. Match this one list of high courts and establishment. Yes. Allahabad High Court കഴിഞ്ഞ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. യെസ്. ഇതും ഏകദേശം ടു സം എക്സ്റ്റെന്റ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. യെസ്. അലഹബാദ് ഹൈക്കോർട്ട്, ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്, ബോംബെ ഹൈക്കോർട്ട് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? മാച്ച് ദ ഫോളോയിങ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the correct the facts about Afghanistan and choose the correct answers. Okay, Afghanistan related ആയിട്ടുള്ള correct statements ഏതൊക്കെയാണ് ചോദിച്ചു. King Zahir Shah ruled Afghanistan for decades. Mullah Muhammad Omar was the supreme leader of its first Taliban government. Indus River originates from Afghanistan. Iraq shares land border with Afghanistan. Soviet Union invaded Afghanistan in 1979. Option 4 ആണ് ആൻസർ. ABE only. Yes, ABE only. In the preamble of Constitution of India, justice means മൂന്ന് തരത്തിലുള്ള ജസ്റ്റിസ് ആണ് preamble പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അബ്സല്യൂട്ട് ഇക്വാലിറ്റി മീൻസ് ജസ്റ്റിസ്. ഇതിനെ കുറിച്ച് ജസ്റ്റിസ് പെർസ്പെക്റ്റീവില് പ്രിയാമ്പിളില് പറയുന്നില്ല. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പം എ ആണ് ആൻസർ. ACD ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആണ്. മാച്ച് ഫോളോയിങ് ആണ്. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, മിഷൻ അഗ്രിമെന്റ്, അർമേനിയൻ ജനോസൈഡ്, യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റഡ്. പലതും ക്രോണോളജിക്കൽ ആയിട്ട് ചോദ്യം. മിഷൻ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ PYQs ഒക്കെ നോക്കിയാൽ മിഷൻ അഗ്രിമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതും ടു സം എക്സ്റ്റെന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ ക്രിയേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മിഷൻ അഗ്രിമെന്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, A1, B2, C3, D4. Choose the sequence of articles mentioned in the Constitution of India in chronological order. Okay, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾസ് chronological order അറേഞ്ച് ചെയ്യാം. ഓക്കെ, abolition of untouchability, provision of employment of children in factories, promotion of corporate society, separation of judiciary from executive, equal justice and free legal aid. Yes, option A ആണ് answer. A, B, E, C, D. Yes. The name Simone de Beauvoir is associated with feminism. Feminist thinker. Important feminist thinker ആണ് Simone de Beauvoir. Yes. Match list 1, list 2. State and reserve seats laws for scheduled tribes. Scheduled tribes reserve seats in Lok Sabha for scheduled tribes. അതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ആൻഡ് ലോക്സഭ സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, രാജസ്ഥാൻ. ഓപ്ഷൻ 1 ആണ് ആൻസർ. A3, B1, C4,
D2. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ എക്സാം ചോദിച്ചോളൂ. ഇപ്രാവശ്യം അത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ചു. ഇൻ വിച്ച് ഇയർ BJP led National Democratic Alliance passed the Prevention of Terrorism Act? ഓപ്ഷൻ 3 ആണ്. യെസ്, 2002 Prevention of Terrorism Act അല്ലെങ്കിൽ Prevention of Terrorism Act വരുന്നത്. And in which year PM Hari Vajpayee visited Lahore and linked Lahore Declaration with Pakistani PM? എപ്പോഴാണ് ലാഹോർ ഡിക്ലറേഷൻ വരുന്നത്? ഓക്കെ, 1999 ലാഹോർ ഡിക്ലറേഷൻ വരുന്നത്. Who stated war is merely a continuation of politics? ആരാണ് war is merely a continuation of politics? കാർബൺ ക്ലോസ്വിക്സ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. കഴിഞ്ഞ PYQs നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റർ ആണ് എന്നുള്ളത്. യെസ്, ഓപ്ഷൻ 3 A2 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അല്ലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. ഇമ്പോർട്ടന്റ് റീഓർഗനൈസേഷൻ ആക്ട് ആൻഡ് ഇയർ ആണ്. സ്റ്റേറ്റ് ഓഫ് മിസോറാം ആക്ട്, ഗോവ, ഡമൻ ആൻഡ് യു റീഓർഗനൈസേഷൻ ആക്ട്, ബീഹാർ റീഓർഗനൈസേഷൻ ആക്ട്, പഞ്ചാബ് റീഓർഗനൈസേഷൻ ആക്ട്. ഓപ്ഷൻ 3 ആണ്. A1, A2, B4, C1, D3. യെസ്, ഓപ്ഷൻ 3 ആണ്. ഗ്രീസ് ജോയിൻ യൂറോപ്യൻ കമ്മ്യൂണിറ്റി. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ ഗ്രീസ് ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്? ഓക്കെ, ഓപ്ഷൻ 1 ആണ്. 1981 ഗ്രീസ് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. സമാജ സംഘ് ആരാണ് തുടങ്ങിയത്? അംബേദ്കർ ആണ് സമാജ് സംഘ് തുടങ്ങുന്നത്. PM നരേന്ദ്രമോദി met Donald Trump, the newly elected president of the United States of America, in Washington DC. Donald Trump സെക്കൻഡ് ടൈം പ്രസിഡന്റ് ആയ ശേഷം എപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടത്? കണ്ടുമുട്ടിയത്, കണ്ടത്, മീറ്റിംഗ് എപ്പോഴായിരുന്നു? വാഷിംഗ്ടൺ DC. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് February 2025 ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംഫസിസ് ഓൺ ABCE. ഓക്കെ, ABCE. മൊണാർക്കിനെ കുറിച്ച് പറയുന്നില്ല. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. മൊണാർക്കി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയ സംഭവം, കോൺസ്റ്റിറ്റ്യൂഷൻ സംഭവം ഡെമോക്രാറ്റിക് അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയ സംഭവം. Monarchy is not a part of the Indian Constitution, preamble of Constitution. Which Russian Marxist was assassinated in Mexico in 1940? 1940 കൊല്ലപ്പെട്ട അല്ലെങ്കിൽ അസാസിനേറ്റ് ചെയ്യപ്പെട്ട മാർക്സിസ്റ്റ് തിങ്കർ ഏതാണ്? മാർക്സിസ്റ്റ് ആണ്, റഷ്യൻ മാർക്സിസ്റ്റ് ആണ്, ലിയോൺ ട്രോട്സ്കി ആണ്. ഓക്കെ, ലിയോൺ ട്രോട്സ്കി ആണ് 1940 എന്താ പറയാ ആ ഒരു സാഹചര്യത്തിൽ എന്താ പറയാ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. Who stated there is nothing absolute in management affairs? Seldom do we have to apply the same principles twice as in identical conditions. Allowance must be made for different changing circumstances. Option A, Henry File ആണ് ആൻസർ. യെസ്, ഓപ്ഷൻ A, Henry File ആണ് ആൻസർ എന്നുള്ളത്. Henry File ആണ് ഈ രീതി പറഞ്ഞിട്ടുള്ളത്. Who is the president of Pakistan? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ആസിഫ് അലി സർദാരിയാണ് current president of Pakistan. According to Montevideo Convention on rights and duties of the state has 4 features. വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. Montevideo Conventions, according to Montevideo Convention, സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A defined territory, a permanent population, effective government, capacity to enter into relations with other states. A, B, C, D ആണ്. Okay, option 1 ആണ് ആൻസർ. Freedom to form the union, അത് necessary condition അല്ല according to this convention, Montevideo Convention. In which year the United Nations General Assembly adopted Millennium Development Goals? Millennium Development Goals, Sustainable Development Goals ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചത് ഏത് വർഷമാണ് Millennium Development Goals വന്നത്? MDG വരുന്നത്. ഓക്കെ, 2000 ആണ് വരുന്നത്. And arrange the following political parties in chronological order as per the year of formation. ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ്: സെർവന്റ് ഓഫ് ദ പീപ്പിൾ, യുക്രൈൻ ഉള്ള പാർട്ടി, ലിബറൽ പാർട്ടി ഓഫ് കാനഡ, കാനഡയിലുള്ള ലിബറൽ പാർട്ടി, ബംഗ്ലാദേശ് അവാമി ലീഗ്, ഡെമോക്രാറ്റിക് പാർട്ടി USA, ആൻഡ് ബിജു ജനതാദൾ ഇന്ത്യ. അപ്പൊ ഈ പറഞ്ഞ പാർട്ടീസ് ഫോം ചെയ്ത ഇയർ അനുസരിച്ച് chronological order അറേഞ്ച് ചെയ്യുക. 4 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ആൻസർ. DBCEA. യെസ്, സ്റ്റേറ്റ് ആൻഡ് നമ്പർ ഓഫ് ലോക്സഭ സീറ്റ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ആൻഡ് ലോക്സഭ സീറ്റ്സ് എന്ന് പറയുന്നത് ആസാം, കർണാടക, ഒഡീഷ, ഡൽഹി. യെസ്, ആസാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. A2, B1, C4, D3. Next question, which article of the Indian Constitution vests legislative power in Parliament to make laws related to election related ആയിട്ട് നിയമം പാസ്സാക്കാനുള്ള അധികാരം ഏത് ആർട്ടിക്കിൾ ആണ് പാർലമെന്റിൽ കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 327 ആണ്. ആർട്ടിക്കിൾ 327 ആണ്. യെസ്, arrange the following acts of course in chronological order. Of Citizenship Act, Flag Order of India, Prevention of
Inserts to National Honor Act, State Emblem of India, Emblems and Names Act. Option 4 ആണ് EAC BD ആണ് വരുന്നത്. Next question. In which year Convention on the Elimination of all forms of discrimination against women was adopted? വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1979 Convention on Elimination of all forms of discrimination against women ചോദിച്ചിട്ടുള്ളത്. Yes, important conventions, important treaties, important acts, ഇതൊക്കെ നമ്മൾ എന്താണ് ഡേറ്റ് വെച്ച് തന്നെ പഠിക്കാന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote the book Termites in the Trading System? ജഗദീഷ് ഭഗവതിയാണ് Termites in the Trading System എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഫാക്ച്വൽ ആണ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആണ്. മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും റെലവെന്റ് ആയിട്ട്, ഐ മീൻ ഡേറ്റ് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കൺവെൻഷൻസ്, ട്രീറ്റീസ്, വാട്ടർ ഇവന്റ്സ്, വേൾഡ് വാർ ഇവന്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക. ഫാക്ച്വൽ ആണ്, ക്വസ്റ്റ്യൻസ് ഭയങ്കര ഫാക്ച്വൽ ആണ്. ആ രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇൻകറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, അപ്പൊ അത് ചലഞ്ച് ചെയ്തു എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. Okay, yes, thank you everyone. Thank you for your time.